വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഞാറ്റുവേലയെക്കുറിച്ചാണ്. ഞായറിൻ്റെ വേല ഞാറ്റുവേല എന്നാണ് അറിയപ്പെടുന്നത്. ഞായറിൻ്റെ അധിപൻ സൂര്യനാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ വേല അഥവാ കാലം, സമയം എന്ന അർത്ഥത്തിലാണ് ഞാറ്റുവേല അറിയപ്പെടുന്നത്. വേല അഥവാ ജോലി എന്നൊക്കെ പറയുന്നത് കൃഷിക്ക് അനുയോജ്യമായ സമയം ആയതുകൊണ്ടാണ്. സൂര്യനെ അടിസ്ഥാനമാക്കി വർഷത്തിലെ 365 ദിവസങ്ങളെ 14 ഭാഗങ്ങളായി ഓരോ ഞാറ്റുവേലയെയും കണക്കാക്കുന്നു. ഇങ്ങനെ 27 ഞാറ്റുവേലകൾ ഒരു വർഷത്തിൽ സംഭവിക്കുന്നു. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ പേരിലാണ് ഓരോ ഞാറ്റുവേലയും അറിയപ്പെടുന്നത്. ആദ്യ ഞാറ്റുവേലയായ അശ്വതി ഞാറ്റുവേല മേടത്തിൽ ആരംഭിക്കും. ഇതിൽ ഏറ്റവും പ്രാധാന്യമാണ് തിരുവാതിര ഞാറ്റുവേല. ഈ വർഷത്തിലെ ഞാറ്റുവേല ജൂൺ മാസം 22-ാം തീയതി ഇടവമാസം 29-ന് തുടങ്ങുന്ന തിരുവാതിര ഞാറ്റുവേല ജൂലൈ 6, മിഥുനം 13 വരെ എല്ലാം കലർന്ന ഒരു പ്രത്യേകതരം അവസ്ഥാവിശേഷമുള്ള കാലാവസ്ഥയായിരിക്കും ഈ ഞാറ്റുവേലയുടേത്. ആവശ്യത്തിന് ചൂടും മഴയും കാറ്റും എല്ലാം ചേർന്ന ഒരു ഉത്തമമായ കാലാവസ്ഥയാണ് തിരുവാതിരയിൽ ഉണ്ടാകുന്നത്. പണ്ടുകാലത്ത് ഞാറ്റുവേലകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാർഷിക മേഖല നിലനിന്നിരുന്നത്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ ശക്തമാകുന്ന നാളുകൾ ഈ ഞാറ്റുവേലയുടെ പ്രത്യേകതയാണ്. തിരുവാതിര ഞാറ്റുവേലയിൽ തിരി മുറിയാതെ മഴ എന്നത് വെറുമൊരു പഴഞ്ചൊല്ലല്ല, മലയാളിയുടെ അനുഭവമാണ്. കൊമ്പൊടിച്ചു കുത്തിയാൽ പോലും പൊടിക്കുന്ന കാലം, ഒന്നാം വിള നെല്ലിൻ്റെ ഞാറ് പറിച്ച് നടുന്ന നാളുകൾ, കുരുമുളക് വള്ളിക്ക് മുള പൊട്ടാൻ പറ്റിയ സമയം, മണ്ണിൻ്റെ മണമുള്ള മലയാളി തിരുവാതിര ഞാറ്റുവേലയെ കൃഷി ചെയ്യുന്നവൻ ആദരിച്ചിരുന്നു. ഓരോ മനുഷ്യനും ഈ സമയം വളരെ പ്രാധാന്യത്തോടുകൂടി കൃഷിയിലേക്ക് ഇറങ്ങാവുന്ന സമയം കൂടിയാണ് തിരുവാതിര. ഒരു കൊമ്പൊടിച്ചു കുത്തിയാൽ പോലും മുളയ്ക്കുന്ന ഒരു സമയമാണ് ഈ തിരുവാതിര. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ ഒരു വിശേഷപ്പെട്ട സമയമാണ് തിരുവാതിര ഞാറ്റുവേല. ഈ കാലഘട്ടം പരമാവധി പ്രയോജനപ്പെടുത്താൻ ഓരോ വ്യക്തികളും ശ്രമിക്കേണ്ടതാണ്. ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കി അതിൽ നിന്നും കിട്ടുന്ന ശുദ്ധമായ പച്ചക്കറികളും മറ്റു സാധനങ്ങളും പൊതുവിപണിയിൽ കിട്ടുന്നതിനേക്കാൾ വളരെ രുചികരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നല്ല സമയം കൂടിയാണ് ഇത്. കൃഷിക്ക് താല്പര്യമുള്ളവർ ഈ സമയം തിരഞ്ഞെടുക്കുന്നത് വളരെ ഉത്തമം കൂടിയാണ്.